നമസ്കാരം. കേരളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ ചർച്ചകൾക്കാണ് നിലമ്പൂർ വഴിവെച്ചത്. മാസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചകളും പോരുവിളിയും യുദ്ധകാഹളവും ഒടുവിൽ അവസാനിച്ചു. നിലമ്പൂർ സ്ഥാനാർത്ഥി നിർണയം ഒടുവിൽ കൊട്ടിക്കലാശത്തിലേക്ക് ചേക്കേറി. ഇനി സ്ഥാനാർത്ഥികളുടെ വോട്ടുപിടിക്കൽ മാമാങ്കത്തിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പരസ്പരം സ്വകാര്യമായി ചെളിവാരിയെറിഞ്ഞും പഴിച്ചും കുതുകാൽ വെട്ടിയും ഓരോ സ്ഥാനാർത്ഥികളും ഇനി വീടാന്തരം കയറിയിറങ്ങും. അവസാന നിമിഷം വരെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. ഒടുവിൽ കത്രികയിൽ അൻവർ ഉറച്ചതോടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി. സ്ഥാനാർത്ഥി ചിത്രം അന്തിമമായതോടെ നിലമ്പൂർ കനത്ത രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കടന്നു എന്ന് വേണം പറയാൻ. UDFും LDFും തമ്മിലുള്ള ആവേശകരമായ മത്സരത്തിനാണ് ഇനി നിലമ്പൂരിൽ അരങ്ങൊരുങ്ങിയിരിക്കുന്നത്. PV അൻവറും BJPയും അവരുടെ നിലമ്പൂരിലെ സ്വാധീനം തെളിയിക്കാനുള്ള ശ്രമത്തിലും ഒട്ടും പിന്നിലായിരിക്കില്ല എന്ന് ഉറപ്പിക്കാം. ആര്യാടൻ ഷൗക്കത്തിനെ ആദ്യം പ്രഖ്യാപിച്ചതിലൂടെ UDF നേടിയ മേൽക്കൈക്ക് M സ്വരാജിന്റെ എൻട്രി ആയിരുന്നു LDFിന്റെ ബദൽ. PV അൻവർ വാർത്ത സൃഷ്ടിച്ചുവെങ്കിലും അതൊന്നും വഴിത്തിരിവായില്ല. രാജിവെച്ച MLA അതുവഴി ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന അപൂർവതയ്ക്കും അതോടെ നിലമ്പൂർ വേദിയായി. ഈ കത്രികപ്പൂട്ട് സൃഷ്ടിച്ചത് മറ്റാരുമല്ലെന്നാകും UDFിനും LDFിനും ഒരുപോലെ അൻവറിനോട് പറയാനുള്ളത്. പ്രചരണം ചൂടുപിടിച്ചതോടെ അൻവറിനെ വിട്ട് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് നിലമ്പൂർ കടന്നുകഴിഞ്ഞു. മലപ്പുറം ജില്ലയെ CPM നേതാക്കൾ അപമാനിച്ചതിന്റെ ചരിത്രവുമായി KC വേണുഗോപാലാണ് UDF ആക്രമണത്തിന് തുടക്കം കുറിച്ചത്. മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തതിന്റെ കുറ്റബോധമാണ് ആ പ്രസ്താവനയിൽ CPM കണ്ടത്. ക്ഷേമ പെൻഷൻ കൊടുത്ത് വോട്ട് പാട്ടിലാക്കുന്ന CPM തന്ത്രത്തിനെതിരെയും വേണുഗോപാൽ രംഗത്തിറങ്ങിയപ്പോൾ അദ്ദേഹം പെൻഷനെ കൈക്കൂലിയാക്കിയെന്ന രൂക്ഷമായ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ രംഗത്തു വന്നു. തകർന്ന ദേശീയപാതയുടെ പേരിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ചൂടുപിടിക്കുന്നതിനിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ കൂരിയാടത്തി. പൂർണ്ണമായും നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നതിനോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലും കണിശതയോടെ ഇടപെടുന്നുണ്ട്. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മാത്രം 65,132 വോട്ട് ലീഡ് നേടിയ പ്രിയങ്ക ഗാന്ധിയുടെ വരവാണ് UDF കേന്ദ്രങ്ങൾ ആവേശത്തോടെ ഇനി കാത്തിരിക്കുന്നത്. 2024 രാഹുൽ ഗാന്ധി നേടിയതിലും 8,769 വോട്ട് പ്രിയങ്ക നിലമ്പൂരിൽ മാത്രം കൂടുതൽ നേടിയിരുന്നു. പ്രിയങ്ക 2 ദിവസം മണ്ഡലത്തിലുണ്ടാകും. റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് UDF ആസൂത്രണം ചെയ്യുന്നത്. വയനാടിൽ മത്സരിച്ചതിനു ശേഷം കിട്ടിയ MP സ്ഥാനവും ചുരുട്ടി കയ്യിൽ പിടിച്ചുപോയ രാഹുലിനെയും പ്രിയങ്കയെയും ഒക്കെ ഇത്തരം ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച പാവപ്പെട്ട ജനങ്ങൾക്ക് കാണാൻ പോലും കിട്ടുന്നത് എന്നതിലൊക്കെ പരക്കെ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രിയങ്കയുടെ വരവ് ഗുണമുണ്ടാക്കുമോ ദോഷമുണ്ടാക്കുമോ എന്ന് കണ്ടറിയണം. LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മടങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി എല്ലാ പഞ്ചായത്തുകളിലും വോട്ടു തേടിയെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. മന്ത്രിമാരൊഴിച്ചുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം MP ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തന്നെയുണ്ട്. ഇടതുപക്ഷം നിലമ്പൂരിൽ വിജയിച്ചില്ല എങ്കിൽ അത് ഇടതുപക്ഷത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും. പ്രവർത്തകർക്കിടയിൽ പോലും അത് ആവേശം ഇല്ലാതാക്കാൻ കാരണമാകും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ ആയിട്ടാണ് നിലമ്പൂരിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജയിച്ചില്ല എങ്കിൽ മന്ത്രി കസേരകൾ പോകുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാകും. ഇനി വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിനാണ് LDF ഊന്നൽ നൽകുന്നത്. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ കൺവെൻഷൻ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞപ്പോൾ മത്സര രംഗത്തുള്ളത് 10 പേരാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചപ്പോൾ 3 മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിൽ നിന്നു ജയിച്ച PV അൻവർ സ്വതന്ത്രനായി രംഗത്തുണ്ട്. കത്രികയാണ് അൻവറിന്റെ ചിഹ്നം. 19-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 23-ന് ഫലമറിയാം. ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായും M സ്വരാജ് LDF സ്ഥാനാർത്ഥിയായും മോഹൻ ജോർജ് NDA സ്ഥാനാർത്ഥിയായും പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട്. SDPIക്ക് വേണ്ടി സാദിഖ് നടുത്തൊടിയും രംഗത്തുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമായ ഇന്നലെ 4 പേർ പത്രിക പിൻവലിച്ചു. ഇനി നിലമ്പൂരിന്റെ മത്സര പൂരം കാണാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം.